ഞാനൊരു തൃശ്ശൂരാരിയായിട്ട് പോലും ഇതുവരേക്കും നമ്മുടെ തൃശ്ശൂർ പൂരം അവിടെ പോയി കണ്ടിട്ടില്ല. പോയി കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പോൾ അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റുമൊന്നുമില്ല. കാരണം അതുപോലെ ജനം തിരക്കായിരിക്കും. അതിലും നല്ലത് ടി വിയിൽ ലൈവായിട്ട് ഈ കുടമാറ്റമൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ടി വിയിലാണ് കാണാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ UAE എത്തിസലാത്ത് അക്കാദമിയിൽ തൃശ്ശൂർ പൂരം നടത്തുന്നുണ്ടായിരുന്നു ശനി ഞായറൊക്കെ ആയിട്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അന്ന് പൂരം നടന്ന ടൈമിലെടുത്ത വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു ഡിസംബർ 1, 2 ആ ഒരു ഡേറ്റിലായിരുന്നു. പക്ഷേ വീഡിയോസ് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാനും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനും പറ്റിയത്. കാരണം അതിനുശേഷം ഇവിടെ ഓരോരുത്തർക്കായിട്ട് പനിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണൊന്ന് ഓക്കെ ആയത് ഈ വോയിസൊക്കെ കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ പൂരത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു. ആക്ച്വലി നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം പൂരപരിപാടി തീരാറായിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ലാസ്റ്റത്തെ ആ കുറച്ച് പോർഷൻസ് ആ ഒരു കലാശക്കൊട്ട് എന്നൊക്കെ പറയാൻ പറ്റില്ലേ, അതുപോലെ അത്രയും വൈബായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് പൂരം കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് ഇവിടെ ഈ ഒരു പൂരം അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു വൈബ് നല്ലോണം ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്നെ അതിശയിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാച്ചനിങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്, എടി ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ പലരും വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാം. അപ്പം ഞാൻ പറയും ഒന്ന് പോയാച്ച ചുമ്മാ തള്ളാതെ, നിന്നെ അവിടെ ആരറിയാനെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷേ ഈ പൂരത്തിന് പോയപ്പോൾ ഉണ്ടല്ലോ, ഞാൻ തള്ളി മറിക്കണമെന്നല്ല കേട്ടോ, ഞാനുള്ള കാര്യം പറയണതാണ്. എന്തോരം ആളുകളാണെന്നറിയോ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വന്ന് നിങ്ങൾ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ, ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്ന എന്തോരം ആളുകളാണ് വന്നിട്ടുണ്ടായിരുന്നതെന്നറിയോ. അയ്യോ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണോ എനിക്ക് ചമ്മലാണോ നാണാണോ എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഞാൻ എന്നിട്ട് ചാച്ചനോട് പറയും, ചാച്ച ഇതെന്തത്, എനിക്ക് ആകെ എന്തോ ഒരു ചമ്മലൊക്കെ ഫീൽ ചെയ്യുന്നു. കാരണം അത്രയും ആളുകളുടെ ഇടയിൽ നിന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു പ്രൗഡ് മൊമെൻ്റ് ആണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രൗഡ് ഫീലാണ്. അങ്ങനെ ആ ഒരു നമ്മൾ അത്ര വലിയ ആളൊന്നല്ല എന്നുണ്ടെങ്കിലും 4 ആൾ നമ്മൾ അറിയുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ഉള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു പ്രൗഡ് ഫീൽ ഉണ്ടല്ലോ, അതായിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പൂരത്തിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി. കാരണം ഇവർ രണ്ടുപേർക്കും വലിയ ഇഷ്ടമായൊന്നുമില്ല. ഏതപ്പനും ഡോണനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്ര സൗണ്ട് അതേപോലെ ഇത്ര ആൾക്കൂട്ടം അങ്ങനത്തെ ഒന്നും വലിയ ഇഷ്ടമുള്ള ആളുകളൊന്നുമല്ല. അത് കാരണം അവർക്ക് വലിയ വൈബായിട്ട് തോന്നിയൊന്നുമില്ല. ഇവർ താഴെ ഇറങ്ങാത്ത കാരണം എനിക്കും ചാച്ചനും വൈബടിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അധികം. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ അവിടെ പോസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് അവിടെ വൈബടിച്ചിട്ട് നമ്മൾ തിരിച്ച് ഫുഡ് അടിക്കാൻ വന്നു കേട്ടോ. അങ്ങനെ ഹെവി ഫുഡൊന്നും അടിച്ചില്ല, നല്ല പുട്ടും ബീഫും ഉണ്ടായിരുന്നു. അങ്ങനെ ആ പുട്ടും ബീഫ് കറിയും കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോകുക, കാരണം അത്രയും ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കുറേ വീഡിയോസൊക്കെ പെൻഡിങ് ഉണ്ട്. ആ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.